കഴിഞ്ഞ ദിവസം ആക്സിഡന്റായി വന്ന ആ കുട്ടിയില്ലേ, അനു, അനുനന്ദ. ഓ, അതാണ് ആള്. അപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് തുടങ്ങിയ പ്രണയായിരിക്കും അല്ലേ? അല്ല, അതിനു മുമ്പേ അനുവിനെ എനിക്കറിയാം. പക്ഷേ എന്റെ ഈ ഇഷ്ടം അവൾക്കറിയില്ല. അപ്പോ ഡോക്ടർ ഇതുവരെ ആ കുട്ടിയോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറയാനൊരു അവസരം ഒത്തു വന്നില്ല. പറയണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാവും ആ കുട്ടി എടുക്കാന്നറിയില്ല. എന്റെ ഉള്ളിലെ ഇഷ്ടം അത് അവൾക്ക് എന്നോടില്ലെങ്കിൽ അത് ചിലപ്പോ. എന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടർ ആ കുട്ടിയോട് സംസാരിക്കേ. ഇനി ആ കുട്ടിക്ക് മറ്റാരോടെങ്കിലും അടുപ്പമുണ്ടെങ്കിൽ പിന്നെ വെറുതെ ആശിച്ചിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞു ഡോക്ടറെ, ധൈര്യമായിട്ട് പറ. ഞങ്ങളുടെ ഡോക്ടറെ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടും. ഹലോ സുധോ. ഹലോ സഹോ, പറയടാ. എടാ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു പ്രേമ പ്രശ്നം. എന്റെ വിബി, ഇതൊക്കെ വലിയ പ്രശ്നമാണോ? നീ അങ്ങ് കയറി കെട്ടടാ. അല്ലടാ, ഒരു ധൈര്യക്കുറവ്. വീട്ടിൽ ആലോചിച്ച് വെച്ച കല്യാണത്തെക്കുറിച്ച് നിനക്കറിയാലോ. എടാ, നമ്മുടെ ജീവിതം നമ്മുടെ തീരുമാനമാണ്. നീ എല്ലാവരോടും, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് നീ കാര്യം പറ. ബി ബ്രേവ് മാൻ. നിന്റെ കൂടെ ഞാനില്ലേ? പിന്നതേ, സമയം കഴിഞ്ഞ എല്ലാം ചിലപ്പോ കൈവിട്ട് പോവേ. ആണോ? അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞോ മോനെ. ശരിയടാ, അപ്പൊ പറഞ്ഞേ പറ്റൂ. നിന്റെ ഒരു ധൈര്യം മാത്രം മതിയല്ലോ എനിക്ക്. അതല്ലേ ഞാൻ വിളിച്ചത്. ഓക്കേടാ, ശരി, ടേക്ക് കെയർ. ഓക്കെ. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നാ പിന്നെ ഒന്നിനും പറ്റില്ല. ശരീരം ആകെ വേദന എടുക്കും. ഓ, ഇന്ന് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. എന്താടോ, പിള്ളേര് വെള്ളം കുടിപ്പിച്ചോ? ആ ഗൗരി എത്ര തവണ ചുവട് കാണിച്ചു കൊടുത്താലും പഠിക്കില്ല അച്ഛേ. നീ പോടി കുശുംബി. ഗൗരി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ ഫോളോ ചെയ്യുന്നത് അവള് മാത്രം. നിനക്ക് അവളോടുള്ള കുറുമ്പ് എനിക്ക് മനസ്സിലാവും. ഞാനൊരു ഇത്തിരി വാത്സല്യം കൂടുതൽ കാണിക്കുന്നുണ്ടല്ലേ? പിന്നെ കുന്തോ? എന്താടി പറഞ്ഞേ? കുന്തോന്നോ? അവളെന്താ വലിയ മാലാഖയാ? ഒരു ഗുരുശിഷ്യ ബന്ധം. എന്താ ഗുരുശിഷ്യ ബന്ധത്തിന് പ്രശ്നം? എന്താ പ്രശ്നം? ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു ഗുസ്തി വേണ്ട. രണ്ട് ഇള്ളക്കുട്ടികള്. നിസ്സാര കാര്യം മതി രണ്ടും കീരിയും പാമ്പും പോലെ ആവാൻ. അല്ലെങ്കിലോ അടയും ചക്കരയാ. അതിന് ഞങ്ങള് തമ്മില് ഒരു പ്രശ്നമില്ല. പിന്നല്ലാതെ. അപ്പൊ ഞാൻ പുറത്തായോ? അത് കൊള്ളാവല്ല. അപ്പൊ നിങ്ങൾ അടികൂട്. അച്ഛ പിണങ്ങി അച്ഛേ? നന്നിട്ട് ശരിക്കും പിണങ്ങിയോ? പിണങ്ങി. എന്നാ എത്ര നേരം പിണങ്ങി നിൽക്കുന്നു കാണാലോ. അതെ അതെ, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയില്. സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് കുഞ്ഞാറ്റെ.
ജ്യൂസ് എടുക്കട്ടെ? എനിക്ക് വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി ആയി കൊള്ളാം. ഓക്കേ. മോനെ 2 ജ്യൂസും കൂടി എടുക്കേണ്ടി വരും. അനുകുട്ടിയെ ചികിത്സിച്ച ആ ഡോക്ടറില്ലേ, ചോര കൊടുത്ത, എന്താ അതിന്റെ പേര്? എബിനോ? വിപിൻ. ആ ഡോക്ടർ വന്നേക്കുന്നു. അതെയോ? ആ ഉം. ഒരു കോളിംഗ് ബെൽ അടിക്കാൻ പോലും പേടിയാ. പിന്നെന്തിനാ ഈ പഠിക്കുന്നിരിക്കുന്നെ? ഒന്ന് ധൈര്യമായിട്ടിരിക്കും മാമാ. ഓ ശരി ശരി. ഹലോ ഡോക്ടർ. ഹായ്. വരണം, വാ. താങ്ക് യു. ആ, നമസ്കാരം ടീച്ചർ അമ്മേ. നമസ്കാരം. ഇന്ന് കുഞ്ഞാറ്റക്കുട്ടിയുണ്ടല്ലോ ഡോക്ടറുടെ കൂടെ. അതൊക്കെ ഒരു കാര്യമുണ്ട്. ടീച്ചർ ആന്റി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കേ ആണോ? ഡബിൾ ഓക്കെ. പിന്നെന്തിനാ ഇത് നെറ്റിയിൽ ഒടിച്ചു വെച്ചിരിക്കുന്നേ? ചുമ്മാ. ആ, ഡോക്ടർ ഇരിക്കും. ഇരിക്കു ഡോക്ടർ. ഇനി എന്തിനാ താമസിക്കുന്ന കാര്യം പറയ്. എന്താ ഒരു സ്വകാര്യം? ഞാൻ മാമനെ അത് പ്രോത്സാഹിപ്പിച്ചതാ. എന്ത്? അതൊക്കെ ഉണ്ട്. ഡോക്ടർ എന്താ വിശേഷിച്ച്? ഇങ്ങോട്ടായിട്ട് വന്നതാണോ അതോ? ആ അതെ, ഇവിടേക്ക് തന്നെ വന്നതാ. പറയ് മാമ അങ്ങോട്ട്. ഞാൻ എന്റെ കല്യാണക്കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഓ അത് ശരി. ആഹാ കൊള്ളാലോ. ഞാൻ കരുതി അന്ന് തന്ന 300 ml ചോര തിരിച്ചെടുക്കാൻ വന്നതായിരിക്കും. ഇതിപ്പോ കല്യാണക്കാര്യം. കൊള്ളാം. ആട്ടെ, ആരാ ലക്കി ഗേൾ? പറയ് മാമ അങ്ങോട്ട്. അല്ല, അത് പിന്നെ ഞാൻ ഹോ, ഈ മാമന്റെ ഒരു കാര്യം. മാമന്റെ നാളാണെങ്കിൽ ഞാൻ ചോദിക്കാം. അതെ, എല്ലാവരോടും ആയിട്ട് പറയാണ്. ഇവിടുത്തെ ടീച്ചർ ആന്റി എന്റെ മാമനെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കാൻ വന്നതാ. ക്ഷമിക്കണം, ഇങ്ങനെയാണ് ഒരു വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നാട്ടുനടപ്പും അറിയില്ല. മനസ്സിൽ തോന്നുന്നത് സത്യസന്ധമായിട്ട് പറയുന്നത് എന്റെ ശീലം. ജീവിതത്തിൽ ആദ്യമായി ഇഷ്ടം തോന്നിയ പെൺകുട്ടിയാ അനു. ജീവിതാവസാനം വരെ അനു ഒപ്പം ഉണ്ടാവണമെന്നൊരു തോന്നൽ, അതാ ആഗ്രഹവും.
ഡോക്ടർ അത് പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്നൊരു വിഷയമല്ല ഇതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് അന്വേഷിച്ചിട്ട് മതി. പിന്നെ അനുവിൻ്റെ ഇഷ്ടം അറിയണമല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അയ്യോ, വീട്ടിൽ വന്നിട്ട് ഒരു കപ്പ് ചായ പോലും കുടിക്കാതെ ഞാൻ ഇപ്പൊ എടുക്കാം. വേണ്ട, ആ. ചായ സൽക്കാരത്തിനും മധുരം പങ്കുവയ്ക്കലിനും ഒക്കെ ഇനിയും അവസരം ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോഴാവട്ടെ. എന്നാ നമുക്ക് ഇറങ്ങാം കുഞ്ഞാറ്റെ. ജസ്റ്റ് മിനിറ്റ്. ടീച്ചർ ആന്റി, ഞങ്ങളുടെ മാമന്റെ മണവാട്ടിയായി ഞങ്ങളുടെ വീട്ടിൽ വരണേ. ഉമ്മ. എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട്. ശരി, നമുക്ക് പോവാം. ആ, ഓക്കേ. ശരി. അതെ, ടീച്ചറമ്മയായിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണേ. ടാറ്റാ, ബൈ ബൈ. ടാറ്റാ. ശരി എന്നാ. ശരി എന്നാ. ആ. ആഹാ, കല്യാണ പെണ്ണ് അമ്മക്കുട്ടിയുടെ പുറകിൽ ഒളിച്ചല്ലോ. കണ്ടില്ലേ അവളുടെ ഒരു നാണം. ആ, അപ്പോ അച്ഛയുടെ ചക്കയ്ക്ക് നാണിക്കാനൊക്കെ അറിയാം. ഒന്ന് പോയ മിണ്ടാതെ ചുമ്മാ. നല്ല മിടുക്കം പയ്യനാ അല്ലേടോ. അതെ, അതെനിക്ക് ചക്കി ആശുപത്രി കിടക്കുമ്പോഴേ തോന്നിയതാ. ഓ, ഒരു ആക്സിഡന്റൽ പ്രപ്പോസൽ. അതെ അതെ, ആക്സിഡന്റ് വഴി വന്ന ആലോചന. ആദ്യം കൂട്ടിയിടി, പിന്നെ തമ്മിലിടി, പിന്നെ ആക്സിഡന്റ്, 300 ml ചോര. എന്റെ അനുക്കുട്ടി. എന്താ അമ്മ ഇത്? ആ, രണ്ടും കൂടി എനിക്കിട്ട് കിള്ളുവാന്ന് മനസ്സിലായേ. അച്ചടാ, എന്റെ ചുന്നരി പെണ്ണിനെ ചോദിച്ചൊരു നല്ല ചെക്കൻ വന്നത് നല്ല കാര്യല്ലേ? അതിനിപ്പോ ഞാനെന്ത് വേണം? ആരെങ്കിലും വരട്ടെ പോട്ടെ, അതിനിപ്പോ എനിക്കെന്താ? എങ്ങനെ? എന്നിട്ട് ആ ജസ്റ്റിസിന്റെ മോനെ പറപ്പിച്ചതുപോലുള്ള പ്രകടനമൊന്നും ഇപ്പൊ കണ്ടില്ലല്ലോ. അല്ല, അത് പിന്നെ പിന്നെ പറ, കേക്കട്ടെ. പറയടി, എന്താ
എന്താ ഡോക്ടർ ചെക്കനോട് വഴക്കിടാഞ്ഞേ? ഏ? മാറങ്ങോട്ട്. എടി, എടി, ചക്കി. ദേ, ചക്കിപ്പെണ്ണ്. അവിടെ നിക്കടി. അങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിടും. അത് വേണ്ട. പറയടി, കാര്യം പറഞ്ഞിട്ട് പോയാ മതി. കുന്തം കയ്യെന്ന് വീട് അമ്മക്കുട്ടി. എന്തൊരു കഷ്ടായത്. ഹലോ, ഒച്ചുടാ, അമ്മക്കുട്ടിയുടെ ചക്കി പെണ്ണിന് നാണം വന്നോ? കള്ളി പൊളിഞ്ഞതിന്റെ നന്ദേട്ടാ. ഒന്ന് പോയ സംഗീത, എന്നെ കളിയാക്കി അമ്മക്കുട്ടി കൊല്ലും ഞാൻ. എന്തോ എങ്ങനെ 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 ഈ അമ്മക്കുട്ടിയെ കൊണ്ട് തോറ്റല്ലോ. ചക്കി ആ, നന്ദേട്ടന് ചായ എടുക്കാൻ മറന്നു. ആ നന്ദേട്ടാ, ആ അതെ നന്ദേട്ടാ, ഞാൻ ചക്കി എന്ത് ചെയ്യണമെന്ന് നോക്കിട്ട് വരാം. എടോ, ആ, ഓളുടെ മനസ്സിൽ വിപിനോട് എതിർപ്പൊന്നുമില്ല അല്ലടോ? എനിക്കങ്ങനെയാ തോന്നിയത്. അവൾക്ക് ഇഷ്ടാ നന്ദേട്ടാ. എനിക്കറിയാം അവളുടെ മനസ്സിന്റെ ഓരോ മിടിപ്പും. ആ, നമുക്കിതങ്ങ് പ്രൊസീഡ് ചെയ്യാല്ലേ? ഉം, എല്ലാവരും നിമിത്തവും നിയോഗവും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നേ. ഉം. നന്ദേട്ടൻ ആദ്യം വിപിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാം. നമ്മുടെ മോള് ചെന്ന് കയറേണ്ട വീടല്ലേ അത്. ഉം. ആ, പിന്നെ രുദ്രൻ തിരുമേനിയോടും പറയണോ ഇക്കാര്യം. ആശുപത്രി വെച്ച് വിപിനെ കണ്ടപാടെ മോൾക്ക് നല്ല ചേർച്ചയാണെന്ന് അദ്ദേഹമാ പറഞ്ഞേ. ആ, എന്നാലും ജാതകവും പൊരുത്തമൊക്കെ ഒന്ന് നോക്കണം. ചെയ്യാം. ഞാൻ ഓർക്കുമായിരുന്നു. എന്ത്? അല്ല, എസ്റ്റേറ്റിന്റെ മേൽനോട്ടമൊക്കെ മാനേജർ ആന്റണി ഏൽപ്പിച്ചിട്ട് ഇവിടെ അങ്ങ് നിന്നാലോന്ന്. സ്ഥിരമായിട്ട്. എന്തിനു? ആ, അല്ല, ചക്കിയുടെ അമ്മക്കുട്ടിയെ പിന്നെ സ്ഥിരമായിട്ട് എനിക്ക് കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോ. അയ്യടാ, ഒന്ന് മാറി നിന്നെ നന്ദേട്ടാ. അമ്മയുണ്ടേ അപ്പുറത്ത്. പൊട്ട പകലല്ലേ ഒരു പുന്നാരം. ഹേ, നന്ദേട്ടാ, മര്യാദയ്ക്ക് അടങ്ങിയിരുന്നില്ലെങ്കിലേ. നീതു, അവളെ കണ്ടോ? ആനന്ദ ആ ക്യാൻറ്റീനിലുണ്ട്.